ധാരാളം ആളുകൾ റൗഡികൾ ഓരോന്ന് പറയാറുണ്ട്. അതൊക്കെ പോലീസ് നോക്കിക്കോളും. അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ഇങ്ങനെ ധാരാളം ആളുകൾ റൗഡികൾ ഓരോന്ന് പറയാറുണ്ട്. അതൊക്കെ പോലീസ് നോക്കിക്കോളും. പക്ഷെ വലിയൊരു മനുഷ്യവേട്ടയാണ് ഇന്നലെ വൈകുന്നേരമൊക്കെ നടന്നത്. അതൊന്നും എനിക്കറിയില്ല. അതൊക്കെ പോലീസിൻ്റെതായ രീതിയിൽ അതൊക്കെ ചെയ്യും. നാട്ടിലിറങ്ങി എത്ര ഗുണ്ടകൾ ആളുകളെ ചീത്ത വിളിക്കും, ആളുകളെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതെന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെയുള്ളവരെ എന്താ ചെയ്യുന്നത്? പോലീസ് അവർക്കൊരു രീതിയുണ്ട്, അത് അവർ ചെയ്തോളൂ. എനിക്ക് തോന്നുന്നില്ല. അതാരോ വാർത്ത കൊടുത്തത്, എനിക്കറിയില്ല. അല്ല, അത് പോലീസിൻ്റെ ഒരു രീതിയുണ്ടല്ലോ. ചുമ്മാ ആളുകളെ വെടിവെക്കുക ആരെയും. അല്ല, കാരണം തൊട്ടുമുമ്പ് പറഞ്ഞു കേസുകളൊക്കെ സാധാരണ മോണിറ്റർ ചെയ്യുന്ന ഒരു സംവിധാനം വരുന്നുണ്ട്. സ്വാഭാവികമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ടോ? അപ്പൊ ഈ കേസ് അല്ല, ഇത് ഞങ്ങൾ വലിയ ഗൗരവത്തിൽ കാണുന്നില്ല. ഒരാൾ റോഡിലിറങ്ങി ആളുകളെ ആക്ഷേപിക്കുന്ന അതിന് പോലീസിൻ്റെ ഒരു രീതിയുണ്ട്, അത് അവർ ചെയ്തോളും. അല്ല, നോക്കാം. ഇതേ രീതിയിൽ തന്നെ ഒരു ആക്ഷേപം ഉയരുന്നത്, ഇതേ രീതിയിൽ തന്നെ രാഷ്ട്രീയമായി മറ്റ് ആരോപണങ്ങൾ ഉന്നയിച്ച മറ്റുള്ളവരുണ്ട്. ബിജു മോഹൻദാസിന്റെ കേസുകളായാലും മറ്റു കേസുകളായാലും. ഈ ആരോപണമൊന്നും ആ കേസുകളിൽ കാണിക്കുന്നില്ല. അല്ല, മോഹൻദാസിന്റെ കേസെടുത്തല്ലോ. അല്ല, കേസെടുത്തു, അന്വേഷണം നടക്കുകയാണ്. അതതിൻ്റെതായ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ചില കേസുകൾക്കേ അതിൻ്റെ സ്വഭാവം അനുസരിച്ചല്ലാതെ മറ്റ് നടപടി എടുക്കാൻ പറ്റുമോ? ഇപ്പം നമ്മളൊരാളെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അത് കേസിൻ്റെ സ്വഭാവവും രീതികളും നോക്കിയല്ല പോലീസിന് ചെയ്യാൻ പറ്റുമോ? കാരണം പോലീസിൻ്റെ എല്ലാ നടപടികളും ജുഡീഷ്യൽ സ്കൂട്ടണിക്ക് വിധേയമാണ്. നമ്മൾ കാര്യം ചെയ്താൽ അപ്പം തന്നെ കോടതിയിൽ പോകും ആളുകൾ. പിന്നെ ഇപ്പോൾ കോടതി സർക്കാരിനെ കുറ്റപ്പെടുത്തില്ലേ? അപ്പം അത് സൂക്ഷിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ, ഏത് കേസാണെങ്കിലും. നിങ്ങൾക്ക് വേറെ ഒന്നും ചോദിക്കാനില്ലേ? ഈ സർക്കാർ പലപ്പോഴും ഈ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതായിട്ട് ഒരു ആരോപണമുണ്ട്. ഏറ്റവും അവസാനം ജനഗണമന വന്ദേ മാതരം അത് ഓഗസ്റ്റ് 15 പൂർണ്ണമായി പാടണം എന്ന് ചീഫ് സെക്രട്ടറി ഉത്തരവിട്ടതായി കേൾക്കുന്നു. ഞങ്ങളൊരു പൊതു നേതാവ് കൂടിയാണ്, വർക്കിംഗ് സമിതി അംഗമാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അങ്ങനെ ഉത്തരവിട്ടോ? കഴിഞ്ഞ തവണ വന്ദേ മാതരം നമ്മൾ ആലപിച്ചത് മുഴുവൻ ആലപിച്ചില്ലായിരുന്നല്ലോ. പുതിയ സിറ്റുവേഷൻ എന്താ എനിക്കറിയില്ല. എനിക്കറിയില്ല ഇങ്ങനെ ഉത്തരവിട്ടെന്ന്. അല്ല, ഉത്തരവിട്ടെന്ന് നിങ്ങളാണല്ലോ പറയുന്നത്. ഞാൻ പരിശോധിക്കാം. എനിക്കറിയില്ല, ഞാൻ അന്വേഷിക്കാം. അല്ല, ലോകത്തുള്ള എല്ലാ വിഷയങ്ങളും എന്നോട് ചോദിക്കണ്ട. ശരി.